We are discussing about index numbers. Today we have to discuss the consistency of index numbers. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് the index numbers reflects the real picture of economy. ഈ ഇൻഡെക്സ് നമ്പേഴ്സും ചില സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂകളാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സയൻറ്റിഫിക് ടെസ്റ്റുകളിലൂടെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നത്. ഒരു ഇൻഡെക്സ് നമ്പർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നതിന് 4 ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ടെസ്റ്റുകളെ യൂണിറ്റ് ടെസ്റ്റ്, ടൈം റിവേഴ്സൽ ടെസ്റ്റ്, ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്, അതുപോലെ സർക്കുലർ ടെസ്റ്റ്, ഇങ്ങനെ 4 ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ഓരോ ടെസ്റ്റുകളെയും കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഫസ്റ്റ് വൺ ഈസ് യൂണിറ്റ് ടെസ്റ്റ്. യൂണിറ്റ് ടെസ്റ്റിൽ പറയുന്നത് ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ്സ് ഇൻ വിച്ച് പ്രൈസസ് ഓർ ക്വാണ്ടിറ്റീസ് ഓഫ് വേരിയസ് കോമഡിറ്റീസ് ആർ കോട്ടഡ്. ചിലപ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് കോമഡിറ്റീസ് എടുക്കുന്ന സമയത്ത് അതിൽ ചിലപ്പോൾ റൈസ് ഉണ്ടായിരിക്കാം, അത് കിലോഗ്രാമിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഓയിൽ പ്രോഡക്ട്സ് ഒക്കെയാണുള്ളതെങ്കിൽ അത് ലിറ്ററിലൊക്കെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ്സിലായിരിക്കും അവിടെ കോമഡിറ്റീസ് ഓരോന്നുണ്ടാവുക. സോ ഇൻഡെക്സ് ഷുഡ് ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സ് അല്ലാത്ത ബാക്കി എല്ലാ ഇൻഡെക്സ് നമ്പറുകളും ഈ യൂണിറ്റ് ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ ടെസ്റ്റാണ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. ടൈം റിവേഴ്സൽ ടെസ്റ്റ് implies that for a price index or quantity index, if the time period is reversed, the resulting index should be the reciprocal of the original index number. അതായത് ഫോർ എക്സാമ്പിൾ, ഇഫ് P01 denote the price index for current year with a base year and P10 denote price index for base year with respect to a current year, then ഈ ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഈ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ P01 ആൻഡ് P10 ഇവയുടെ പ്രൊഡക്റ്റ് P01 ഇൻറ്റു P10 ഈക്വൽ ടു 1 ആവണം. എങ്കിൽ മാത്രമാണ് ഒന്ന് മറ്റൊന്നിൻ്റെ റെസിപ്രോക്കൽ ആവുകയുള്ളൂ. അങ്ങനെയുള്ള കേസുകളിൽ മാത്രമേ ഈ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് സപ്പോസ് P01 ഈക്വൽ ടു 5 ആണെങ്കിൽ P10 ഈക്വൽ ടു 1/5 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഇവയുടെ പ്രൊഡക്റ്റ് 1 ആവുള്ളൂ. സപ്പോസ് P01 ഈക്വൽ ടു 5ഉം P10 ഈക്വൽ ടു 1/6ഉം ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ ആയിരുന്നെങ്കിൽ ഇവയുടെ പ്രൊഡക്റ്റ് നമുക്ക് 1 ആവില്ല. അപ്പോൾ അത് ആ ഇൻഡെക്സ് നമ്മുടെ ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെ മൂന്നാമത്തെ ടെസ്റ്റാണ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഒരു ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആൻഡ് ദ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ ഫ്രം ബേസ് ഇയർ ടു ദ കറൻറ്റ് ഇയർ ഷുഡ് ബി ഈക്വൽ ടു ദ ട്രൂ വാല്യൂ റേഷ്യോ. അതായത് if P01 is a price index for current year with a base year and Q01 is a quantity index for current year with a base year, then this indices satisfy factor reversal test if P01 into Q01 equal to the true value ratio. Then we say this index number satisfy this test. എന്താണ് ട്രൂ വാല്യൂ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രൂ വാല്യൂ റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് കറൻറ്റ് ഇയർ ഓർ പീരിയഡ് ആൻഡ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ബേസ് ഇയർ ഓർ പീരിയഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രൂ വാല്യൂ റേഷ്യോ എങ്ങനെ എഴുതാം? ട്രൂ വാല്യൂ റേഷ്യോ ഈക്വൽ ടു സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 എന്ന് പറയാം. അപ്പോൾ ഈ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഈ ഇൻഡെക്സ് നമ്പർ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? ദെൻ വി ക്യാൻ സേ ദാറ്റ് ഇൻഡെക്സ് സാറ്റിസ്ഫൈ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് ഇഫ് P01 into Q01 equal to sigma P1 Q1 divided by sigma P0 Q0 എന്ന്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതിൻ്റെ ഡാറ്റയും തന്നിട്ടുണ്ട്. ഫ്രം ദ ഗിവൺ ഡാറ്റ
we have to check whether the Fisher's index number satisfy time reversal test and factor reversal test. ഈ രണ്ട് ടെസ്റ്റുകളും ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതായത് P01 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്, പിന്നെ P10 കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഇവയുടെ പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിന് P01 P01 നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി ഇൻഡെക്സും ആയിട്ടുള്ള Q01 നമുക്ക് ആവശ്യമുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും ഞാൻ P0 Q0 അതുപോലെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റി മനസ്സിലാക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് എക്സ്പെൻഡിച്ചറും പ്രൈസുമാണ്. അപ്പോൾ ക്വാണ്ടിറ്റി നമ്മൾ കണക്കാക്കുന്നത് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ ദ പ്രൈസ് എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. അതുപോലെ ഈ ഫാക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം ഇനി നമുക്ക് ആദ്യം ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 എന്നുള്ളതാണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ നമുക്ക് കിട്ടുക. നിങ്ങൾ ആ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് കണ്ടുപിടിക്കണം അത് എത്രയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോട്ടലാണ്, ഇതിൻ്റെ എല്ലാം ടോട്ടൽ ആവശ്യമുണ്ട്. ആ ടോട്ടൽ നമുക്ക് ആദ്യം കണ്ടുപിടിച്ചേക്കാം. ഇവിടെ ഈ കോളങ്ങളിലുള്ള ടോട്ടൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് സിഗ്മ P1 Q0 = 451 ആൻഡ് സോ ഓൺ. ഇത്രയും വാല്യൂ കിട്ടും. ഇനി ഈ വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ = 112.81 എന്നാണ് കിട്ടുക. 112.81. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്ന ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ടൈം റിവേഴ്സൽ ടെസ്റ്റും അതുപോലെ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നപ്പോഴാണ് P01 ഇൻറ്റു P10 = 1 ആകുന്ന കേസിൽ മാത്രമാണ്. അപ്പോൾ അത് ആദ്യം നമുക്കതാണ് ചെക്ക് ചെയ്യേണ്ടത്. P01 ഇൻറ്റു P10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് P01 എന്ന് പറയുന്നതിന് നമ്മൾ ഫോർമുല പഠിച്ചിട്ടുള്ളത് സിഗ്മ P1 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q1 എന്നുള്ളതാണ്. ഇനി P10 ആണെങ്കിൽ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് സിഗ്മ P0 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q1 ഇൻറ്റു സിഗ്മ P0 Q0 ഡിവൈഡഡ് ബൈ സിഗ്മ P1 Q0 എന്ന്. നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വാല്യൂസ് ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √1 എന്നാണ് കിട്ടുക. √1 ദാറ്റ് ഈസ് റൂട്ട് ഓഫ് 451 ഡിവൈഡഡ് ബൈ 396 ഇൻറ്റു 476 ഡിവൈഡ് ബൈ 426 ഇൻറ്റു root of 426 divided by 476 into 396 divided by 451 എന്ന് കിട്ടും. ഇതിനെ ഒരൊറ്റ റൂട്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പറയാം. കാരണം √A ഇൻറ്റു √B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √A ഇൻറ്റു B എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 451 ഡിവൈഡ് ബൈ 396 ഇൻറ്റു എക്സെട്ര ഇതുപോലെ ഒറ്റ റൂട്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഈ 396ഉം ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 451ഉം ഈ 451ഉം ക്യാൻസൽ ചെയ്യാം. 476 ഇത് ക്യാൻസൽ ചെയ്യാം. 426 ഇതും ക്യാൻസൽ ചെയ്യാം. ബാക്കി ഉണ്ടാവുന്നത് √1 എന്ന് നമുക്ക് കിട്ടും. √1 = 1 എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് P01 ഇൻറ്റു P10 = 1 എന്ന് കിട്ടും. അതുകൊണ്ട് നമുക്കെന്ത് പറയാം? ഇംപ്ലൈസ് ഹെൻസ് the Fisher's index satisfy time reversal
ടെസ്റ്റ് എന്ന് പറയാം. ടൈം റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റിൽ പറയുന്നത് എന്തായിരുന്നു? അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് P01 ഇൻറ്റു Q01 ഈക്വൽ ടു ദ ട്രൂ വാല്യൂ റേഷ്യോ. ട്രൂ വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത് സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. P01 into Q01 equal to, we know that from the formula, that is equal to sigma P1 Q0 divided by sigma P0 Q0 into sigma P1 Q1 divided by sigma P0 Q1 into root of sigma P1 Q0 divided by sigma Q0 P0 അല്ലെങ്കിൽ P0 Q0 into sigma P1 Q1 അല്ലെങ്കിൽ Q1 P1 P1 Q1 divided by sigma P1 Q0 എന്ന്. ഇത് ആണ് നമുക്കിനി നെക്സ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത്. ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെയാണ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്, ഇവിടെ ഈ 451 ഇത് ക്യാൻസൽ ചെയ്യാം. അതുപോലെ 476 ഇവിടെയുണ്ട്, 476 ഇവിടെയുണ്ട്, 426 ഇവിടെയുണ്ട്, 396 ഇവിടെയുണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 476 ഇൻറ്റു ഡിവൈഡഡ് ബൈ 396 ഇൻറ്റു റൂട്ട് ഓഫ് 476 ഡിവൈഡ് ബൈ 396 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 476 ഡിവൈഡ് ബൈ 396 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതേ വാല്യൂ തന്നെയാണോ നമുക്ക് ഈ റേഷ്യോയിൽ കിട്ടുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. റേഷ്യോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നൗ സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0, ദാറ്റ് ഈസ് ട്രൂ വാല്യൂ റേഷ്യോ ഈക്വൽ ടു, നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സിഗ്മ P1 Q1 എന്ന് പറയുന്നത് 476 ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. 476 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഈക്വൽ ടു 396 ആണെന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ട് വാല്യൂസും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഹിയർ P01 ഇൻറ്റു Q01 ഈക്വൽ ടു ട്രൂ വാല്യൂ റേഷ്യോ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, the index number which implies Fisher's index number satisfies the factor reversal test എന്ന് പറയാം. ഇങ്ങനെയാണ് ചെയ്ത് നോക്കുന്നത്. ഇതുപോലെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വർക്കൗട്ട് എക്സാമ്പിൾസ് ഒരുപാട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സസൈസിൽ പ്രോബ്ലംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാകുന്നതായിരിക്കും. ഇനി ഇവിടെ ഒരു ടെസ്റ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. അതിനെ സർക്കുലർ ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. സർക്കുലർ ടെസ്റ്റ് ഈസ് ആക്ച്വലി ദ എക്സ്റ്റൻഷൻ ഓഫ് ടൈം റിവേഴ്സൽ ടെസ്റ്റ്. അവിടെ ടൈം റിവേഴ്സൽ ടെസ്റ്റിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു കറൻറ്റ് ഇയറും ഒരു ബേസ് ഇയറും മാത്രമാണ്. എന്നാൽ ഇൻ സർക്കുലർ ടെസ്റ്റ് 3 or more years are taken into account. ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമുക്ക് 3 ഇയേഴ്സാണുള്ളത് വിചാരിക്കാം. ഇവിടെ 2010, 2011, 2012 ഇങ്ങനെ. ഇവിടെ 2010 ഞാൻ ബേസ് ഇയർ ആയിട്ടും അല്ലെങ്കിൽ 0 എന്നും ഇവിടെ 1 എന്നും ഇതിന് 2 എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ, അതോടൊപ്പം തന്നെ നമുക്ക് പ്രൈസ് ഇൻഡെക്സ് P01 ഡിനോട്ട് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പർ പ്രൈസ് ഇൻഡെക്സ് ഫോർ 2011 വിത്ത് ബേസ് 2010 ആൻഡ് P12 is the price index for 2012 with base 2011 and P20 denote index for 2010 with base 2012. ഇങ്ങനെയാണുള്ളതെങ്കിൽ ഇവിടെ നമുക്ക് ഈ പ്രൈസ് ഇൻഡെക്സ് സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: P01 ഇൻറ്റു P12 ഇൻറ്റു P20 ഈക്വൽ ടു
1 ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവയുടെ പ്രൊഡക്റ്റ് 1 ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും സിമ്പിൾ അഗ്രിഗേറ്റീവ് ഇൻഡെക്സും അതുപോലെ സിമ്പിൾ ജോമെട്രിക് മീനും ഈ സർക്കുലർ ടെസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഒരു ഐഡിയൽ ഇൻഡെക്സ് നമ്പർ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ടെസ്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ഈ ടെസ്റ്റുകളൊന്ന് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് വൃത്തിയായിട്ട് ചെയ്തു നോക്കണം. ഓക്കെ, താങ്ക് യു.